ആരാധിച്ചിടാം കുമ്പിട്ടാരാധിച്ചിടാം ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം സ്തുതിക്കാം നീ പരനെ മകൾക്കായി സ്തുതിക്കാം സ്തുതിക്കാം ഏനന്തരംഗമേ അനുദിനവും നന്ദിയോടെ പാടി സ്തുതിക്കാം സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്നയിടയൻ എന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവ മോക്ഷമാർഗം തുറന്നു എന്റെ ദേഹമെന്ന തിരശീല ചിന്തിതവ മോക്ഷമാർഗം തുറന്നു. Psalms 107. Give you. Psalms 117. Praise the Lord, all you nations. Extol him, all you people. For great is his love towards us, and the fulfillment of the Lord endures forever. ഒന്നുമില്ല ലളിതാമ്മേ, ചിന്നുനൊന്നുമില്ല. ലളിതാമ്മ ധൈര്യമായിട്ട് ചെല്ല്. ചിന്നു
ചിന്നു ചിന്നു ചിന്നു അല്ല മോനെ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചോറിനാം. ഓക്കെ? എനിക്ക് തന്നെ വാക്ക് പാലിക്കാൻ വേണ്ടി അങ്ങനെ പറയാതെടി, അങ്ങനെ പറയാതെടി. ഞാൻ പിണങ്ങല്ലടി ചക്കരെ. നിന്റെ പിണക്കം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. അമ്മ ഓഫീസിൽ നിന്നായിരുന്നമ്മ. സത്യം പറയടാ, ആരായിരുന്നു? ഗേൾ ഫ്രണ്ട് അല്ലായിരുന്നോടാ? പോയി കിടക്കടാ. 26 വയസ്സായി. ഇത് വേറെ ജീവിതത്തിന് ഒരു ചിട്ടയും. എഴുന്നേക്കടാ, പള്ളി പോകണ്ടേ? വേറെ എവിടെയും പോകാനാണെങ്കിൽ ചാടി എഴുന്നേക്കും. എളുപ്പാട്ടോ. എടാ, ഞാൻ പള്ളി പോകാൻ ഇറങ്ങുവാണേ. നേരത്തെ വന്നേക്കണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ചോറില്ല കേട്ടോ. വയസ്സായി. 26 വയസ്സായി. 26 വയസ്സായി. ഏകദേശം 10,000 ദിവസങ്ങളായി. സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം സവിധ നിരക്കും സമയം ഒരു കരുണീടോ സ്തോമൻ കാലോ. നമ്മുടെ ദൈവമാർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഈ സമാധാനം കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കർണകളെ കർത്താവിന്റെ ഭാഗം നാം തലവനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, He's offside.
On the last man when the war was played. Hold to run, you don't need to run that soon. It's there! Keeper got a glove on. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗമുള്ള ദൈവത്തിന്റെ വിശുദ്ധങ്ങളെയും യേശുവരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ട ഒരു ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവരും ഞങ്ങളുടെ അനുഭവിക്കുന്ന ഇതിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവരും നമ്മുടെ രക്ഷിതാവായി സൃഷ്ടിക്കാവുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ ഇവയെ കൊടുക്കുന്നവരുടെ മേലും ഇവയെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയെ പരിശ്രമിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന വിൻസ, ഇത് കൊണ്ടുപോയി അച്ഛന് കൊടുത്തേ. ഗുഡ് മോർണിംഗ് അച്ഛാ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചേക്കട്ടെ അച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വെച്ചേക്കട്ടെ? അവിടെ വെക്ക്, അവിടെ വെച്ചു മോനെ ഇരിക്കട്ടെ. എന്താ അച്ഛോ ഒരു വിഷമം? ഒന്നുമില്ല. കമ്മിറ്റി വീണ്ടും വഴക്കായോ? കമ്മിറ്റിയൊന്നുമില്ല. ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഒരു പുരോഹിതനെ സംബന്ധിച്ച് ഒരു വലിയ ഭാരമാണ്, വലിയ പ്രയാസം. അതിന് ആരെ ഡിസ്റ്റർബ് ചെയ്തേ? വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എടുക്കുന്ന സമയത്ത് പോലും ഇന്നാരുടെയൊക്കെയോ മൊബൈല് ശബ്ദിക്കുന്നുണ്ടായിരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് വിശുദ്ധ കുർബാന പടിഞ്ഞാട്ട് എഴുന്നള്ളുന്ന അനുഭവം. ആ സമയത്ത് നമുക്ക് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയുമായിട്ടുള്ള ഒരവസരമാണ്. അപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നതും അതെടുക്കുവാനായിട്ട് അതെടുത്തുകൊണ്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നതും ഒക്കെ കാണുമ്പോഴേ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഓർത്ത് ദുഃഖിച്ചു. പാവം ഫോൺ ഓഫ് ചെയ്യാൻ മറന്നുപോയതാണെങ്കിലോ? ഓഫീസിലെ ബോസിന്റെ മുറി കിടക്കുമ്പോഴേ മൊബൈൽ ഫോൺ ഓഫ് ചെയ്യാൻ മറന്നു പോകത്തില്ലല്ലോ. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. തലവേദന, നെഞ്ചുവേദന, ട്യൂമർ, ഇമ്പോർട്ടൻസി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മൊബൈൽ ഫോണിന്റെ അധിക ഉപയോഗം കൊണ്ട് നമുക്കുണ്ടാവും. ദേവാലയത്തിൽ പോലും മൊബൈൽ ഓഫ് ചെയ്യണമെന്ന് എഴുതി വെക്കേണ്ട ഗതികേടുണ്ടായി. അത് എഴുതി വെച്ചിട്ട് പോലും അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ അശ്രദ്ധയോടെ നിൽക്കുകയോ മറ്റുള്ളവരുടെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത് ദോഷമാണ്, അത് ശാപമാണ്. വിശുദ്ധ കുർബാനയെപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് നാം ഓർക്കണം. അയോഗ്യതയോടുകൂടെ ഇത് ഭക്ഷിക്കുന്നവൻ
അനുഗ്രഹത്തിന് പകരം അത് ശാപമായിട്ട് തീർന്ന് നമ്മളിൽ പലരും രോഗികളായി തീരുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു. അഗ്നിമയന്മാർ ആരെ നോക്കി വിറയ്ക്കുന്നു എന്ന് പാടുന്ന സമയത്ത് മാലാഖമാർ ഭയപ്പെട്ടു നിൽക്കുന്നിടത്ത് നമ്മൾ എത്ര ലാഘവത്തോടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നു. വലിയ ബാബ തിരുമേനി ഒരിക്കലെ കുർബാന അനുഷ്ഠിക്കുമ്പോഴേ അശ്രദ്ധയോടുകൂടെ നിന്ന ഒരു ശുശ്രൂഷകനെ അദ്ദേഹം ഒന്ന് നോക്കിയതായിട്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഒരു മാനസിക രോഗിയായിട്ട് കഷ്ടപ്പെട്ടു. വിശുദ്ധ കുർബാനയിൽ അലക്ഷ്യമായി നിൽക്കുന്നത് പൈശാചികമാണ്. അങ്ങനെ ചെയ്യുന്നവൻ സാത്താൻ. കുർബാനയ്ക്ക് ഇത്രയും സീരിയസ്നെസ് ഉണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഗൂഗിളിനകത്ത് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, പക്ഷേ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല എനിക്ക്. മോനെ, എല്ലാ കാര്യങ്ങളും ഗൂഗിളിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുമോ? അമേരിക്കയുടെ ടോപ്പ് സീക്രട്സ് ഗൂഗിളിൽ നോക്കിയാൽ കിട്ടുമോ? ഇല്ലല്ലോ. എന്താണ് ഇവിടെ ഗൂഗിളിനെ പറ്റിയൊക്കെ വലിയ ചർച്ച? അച്ഛൻ ഗുഡ് മോർണിംഗ്. വെൽക്കം വെൽക്കം വെൽക്കം. ഇരിക്കട്ടെ, ഇരിക്കും. ഇപ്പോഴെന്താ വെച്ചാൽ വരുന്നേ? പള്ളിയൊക്കെ കഴിക്കും മോനെ. അതല്ല ഇപ്പോഴത്തെ ട്രെൻഡ്, കുർബാന കഴിഞ്ഞ് വരിക. അതിരിക്കട്ടെ, എന്തുവായിരുന്നു ഇവിടുത്തെ ചർച്ച? നമ്മളെന്തായാലും ചർച്ച ചെയ്തേ ഗൂഗിളിനെ പറ്റി. അവൻ പറയായിരുന്നു ഗൂഗിളിൽ അന്വേഷിച്ചിട്ട് കുർബാനയെ പറ്റി ഒന്നും കാര്യമായിട്ട് മനസ്സിലായില്ല. അതുപോലെ നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച, അവരിലൂടെ പിതാക്കന്മാരിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക രഹസ്യങ്ങൾ അത് പിതാക്കന്മാരിൽ നിന്ന് തന്നെ പഠിക്കുന്നതാണ് അനുചിതം. അതൊരു പക്ഷെ ഗൂഗിളില് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പഠിക്കാൻ പറ്റില്ല. അതെങ്ങനെ വെച്ചാ ഇന്ന് പിതാക്കന്മാരിൽ നിന്ന് പഠിക്കാൻ ഇവിടെ ആർക്കാ സമയം അല്ലേ? ഈ ടെക്നോളജി വന്നത് കാരണം കുടുംബങ്ങളിലെ പ്രാർത്ഥന പോലും നഷ്ടപ്പെട്ടിരിക്കുക. എല്ലാ കുടുംബങ്ങളിലും സിനിമയും സീരിയലും ഒക്കെ കഴിഞ്ഞിട്ട് ആർക്കോട് പ്രാർത്ഥിക്കാൻ സമയം? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്ന അനുഭവം. നാം ദൈവത്തോട് സംസാരിക്കുന്ന, ദൈവത്തോട് നമ്മുടെ ഭാരങ്ങൾ പങ്കുവയ്ക്കുന്ന സമയമാണ്. നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധിയാകുന്നത് പോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ശുദ്ധിയാകും. ശുദ്ധീകരണത്തിന്റെ പ്രക്രിയയാണ് പ്രാർത്ഥന എന്നുള്ളത്. അത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ അച്ചോ, ഈ തെറ്റുകളൊക്കെ ഒരാൾ അറിയാതെ ചെയ്യുന്നത് തിരിച്ചറിവുണ്ടാകുമ്പോൾ മാനസാന്തരപ്പെടണം. തെറ്റ് തിരുത്തിയാൽ പാപിക്ക് കൊള്ളാം, അല്ലെങ്കിൽ അവൻ കത്തി എരിഞ്ഞ് നൊന്ത് വെന്ത് കഷ്ടപ്പെടും. അച്ചോ, കമ്മിറ്റി അങ്ങനെ ചെയ്യുന്നവൻ സാത്താൻ. തെറ്റ് തിരുത്തിയാൽ പാപിക്ക് കൊള്ളാം. അമ്മ എട്ടരയായി, വാ പ്രാർത്ഥിക്കാം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്നിൽ നിന്നും ഞങ്ങളെ അകറ്റുന്നതായ സ്ഥലത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുകൊള്ളണം. വിശുദ്ധ കുർബാനയുടെ പരിപാലന അല്ലെങ്കിൽ അവനോ അവളോ എരിഞ്ഞ് നൊന്ത് വെന്ത് കത്തി
क्या हो गया रवि? No smiling, no smiling. ഇതിനൊക്കെ സ്കൂളിൽ പോയെന്തിനാ?